ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഗീതാജ്ഞാന യജ്ഞത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യും. 165 ദിവസമാണ് നമ്മൾ ഭഗവത്ഗീത തുടങ്ങിയിട്ട്. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഈ അധ്യായം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നു പോകും. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ തൊട്ട അയൽ സംസ്ഥാനവും അയൽ രാജ്യവുമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ട് ഔദ്യോഗികമായി തന്നെ നമ്മൾ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ്. യുദ്ധം അത് പാകിസ്ഥാനും സ്ഥിരീകരിച്ചു. ഭീകരവാദികളുടെ അവരുടെ സങ്കേതങ്ങളെ 8ഓളം അതിൽ കൂടുതൽ സങ്കേതങ്ങളെ തകർക്കാൻ കൃത്യമായി പാകിസ്ഥാനിലെ ഏതെങ്കിലും വിധത്തിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ മേലിലല്ല, മറിച്ച് ഈ ഭീകരവാദ പ്രവർത്തനങ്ങൾ അതിനാസൂത്രണം നടത്തുന്ന സങ്കേതങ്ങളെയാണ് കൃത്യമായിട്ട് നമുക്ക് ഇന്ത്യൻ മിലിറ്ററിക്ക് ഇത് ചെയ്യാൻ അതിനൊരു പകരം എന്ന വേണം, അതിനൊരു മറുപടി എന്ന വേണം, അല്ലെങ്കിൽ ഒരു വീണ്ടുവിചാരത്തിന് പാകിസ്ഥാനെ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ഒരു സൈനിക നടപടി ഉണ്ടായിട്ടുള്ളത്. അതൊരു വശത്ത് ഭഗവത്ഗീത ഈ സന്ദർഭത്തിൽ നമ്മൾ ഭഗവത്ഗീതയിലൂടെ കടന്നു പോകുന്നതും ഇതൊക്കെ തന്നെയാണ്. വ്യാസർ മഹാഭാരതത്തിൻ്റെ അതിൻ്റെ അവസാനം, കാരണം നമുക്കാണ് ഏറ്റവും വലിയ യുദ്ധത്തിൻ്റെ കെടുതിയെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് മറ്റൊരു തരത്തിൽ പറയാൻ പറ്റുന്നവർ. നമ്മളിപ്പോൾ ഒരു ജപ്പാനെ പോലെ ഹിരോഷിമ നാഗസാക്കി അനുഭവിച്ചവരോ വലിയൊരു ദുരന്തത്തെ യുദ്ധത്തിൻ്റെ മുഖത്ത് നമ്മൾ അങ്ങനെ നിന്നിട്ടില്ല. ഈ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടോ അല്ലെങ്കിൽ ചൈനയായിട്ടൊക്കെ ഉണ്ടായിട്ടുള്ള ചെറിയ ചെറിയ യുദ്ധം, അതിന് വലിയ യുദ്ധം എന്ന് പറയാൻ പറ്റില്ല. മറ്റതങ്ങനെയല്ല. 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങളിൽ ഇന്ത്യൻ മിലിറ്ററി പലരും പലയിടത്തും സേവനമനുഷ്ഠിച്ചത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഒരു നേരിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഭാഗഭാക്കായിട്ടില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ പറയുന്നത് നമുക്ക് യുദ്ധത്തിൻ്റെ ഒരു ഫിലോസഫി പറയാനുണ്ട്. അത് നമ്മുടെ രാജ്യത്ത്, നമുക്ക് ലോകത്തിൽ നമുക്ക് മാത്രമേ ഉള്ളൂ. അത് മഹാഭാരത യുദ്ധം എന്ന് പറയുന്ന നമ്മുടെ ഇതിഹാസത്തെ മുൻനിർത്തിയിട്ടാണ്. ആ യുദ്ധത്തിൻ്റെ അനന്തരഫലം, അല്ലെങ്കിൽ ആ യുദ്ധക്കൊതിയന്മാരായിട്ടുള്ള ആളുകളോട് വ്യാസർ പറയുന്ന ഒരു ഗംഭീര പറച്ചിലുണ്ട്. ഊർധ്വബാഹുർ വിരൗമ്യേഷ. ഞാനിതാ 2 കൈകൾ പൊക്കിക്കൊണ്ട്, ഊർധ്വബാഹു, എൻ്റെ ബാഹുക്കളെ, എൻ്റെ കൈകളെ ഞാനിതാ പൊക്കിക്കൊണ്ട് പറയുന്നു. ഊർധ്വബാഹുർ വിരൗമ്യേഷ, ഞാനിതാ ഉച്ചത്തിൽ പറയുന്നു. ധർമാദർത്ഥശ്ച കാമശ്ച, ധർമ്മത്തിൽ നിന്നാണ് അർത്ഥവും കാമവും ഉണ്ടാവുന്നത്. എന്നിട്ടും സ നതു സേവ്യതേ, കിമർത്ഥം നതു സേവ്യതേ, എന്തുകൊണ്ടാണ് നിങ്ങൾ അതിനെ സേവിക്കാത്തത്? എന്തിനെ? ധർമ്മത്തെ സേവിക്കാത്തത്. വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം നമുക്കിപ്പോൾ പറയാം, എന്തു പറയാം, നമ്മൾ പാകിസ്ഥാൻ്റെ ഇത്തരം കേന്ദ്രങ്ങളിലേക്കാണ് കൃത്യമായ ഒരു അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. പക്ഷെ പാകിസ്ഥാനും ഇതേപോലെ ഏതെങ്കിലുമൊക്കെ രൂപത്തിലൊക്കെ ചെയ്യാൻ പറ്റും. ആരെയാ അത് ചെയ്യുക? അവർ ഈ പറഞ്ഞ പോലെ കാശ്മീരിൽ ഉണ്ടായിട്ടുള്ളത് അവരെ ആരെയാ ചെയ്തത്? നിരപരാധികളായിട്ടുള്ള ആളുകളെ, ഈവൻ നമ്മുടെ മലയാളികൾ പോലും പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭീകരവാദത്തിന് മതമില്ല. അവർക്ക് എന്താണ്, ഡ്രഗ്സ് ലോബിയാണ് ഈ ആയുധത്തിൻ്റെയും ഈ പറഞ്ഞ ഭീകരവാദത്തിൻ്റെ എല്ലാം പിറകിൽ. ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം ഉണ്ടാകേണ്ടത് ആരുടെ ആവശ്യമാണെന്നറിയോ? അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങളുടെ ആവശ്യം. അവർ പറയും നിങ്ങൾ സംയമനം പാലിക്കണം എന്നൊക്കെ പറയും. പക്ഷേ ആത്യന്തികമായിട്ട് ലാഭം കൊയ്യുന്നത്, കച്ചവടം നടത്തുന്നത്, ലോകത്തിൽ എല്ലായിടത്തും യുദ്ധം ഉണ്ടാക്കുന്നതും അതിൻ്റെ ലാഭം വിഹിതം പറ്റുന്നവരാണ് ആര്? ഈ അമേരിക്കക്കാർ. യാതൊരു നാണുമാനുമില്ല. അവർ വലിയൊരു ചരിത്രമുണ്ട് അവരുടേത്. അവരാണ് വലിയ സമാധാനമൊക്കെ പറയുക. എന്ത് ഇതാണ് ഉണ്ടായിട്ടുള്ളത്?
ഹിരോഷിമയുടെയും നാഗസാക്കിയുടെയും ഒക്കെ കാര്യത്തിൽ ഹിരോഷിമ എന്തിനായിരുന്നു അത് ചെയ്തത്? അത് വല്ല ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒന്നുമില്ല. ജപ്പാൻ അടിയറവ് പറഞ്ഞ സമയത്താണ്. എന്തായാലും ഇന്ത്യക്ക് ഇതിലൊരു പ്രത്യേക ഒരു റോളുണ്ട്. ഇന്ത്യ ഈ ഭീകരവാദത്തെ തുടച്ച് നീക്കുന്നത്, പ്രത്യേകിച്ച് നമ്മുടെ ബൗണ്ടറിയിലേക്ക് കയറി ഇവിടെ നിന്ന് അത് തുടച്ചു നീക്കുന്നതിൻ്റെ ഒരു നേതൃനിരയിൽ ഇന്ത്യ നിൽക്കേണ്ടതുണ്ട്. അത് അടിക്കടി എന്നുള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്നില്ല അത് സാധിക്കും. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. കാരണം നശീകരണം നടത്താൻ ഓരോരുത്തരുടെ കയ്യിലും ഉണ്ട് വിഭവങ്ങൾ ഇന്ന്. കാരണം ഇവർക്കെല്ലാം ഇത് കിട്ടുന്നുണ്ട്. പാകിസ്ഥാനെ സഹായിക്കാൻ പലരുണ്ട്. ഇപ്പോൾ നമ്മളുമായിട്ട് ഏറ്റവും നല്ല ബന്ധമുള്ള രാജ്യമാണ് ടർക്കി. ആ ടർക്കി ഇപ്പോൾ അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുക. ഈ ടർക്കിക്ക് വളരെ അനുകൂലമാണ് ചൈന. യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യമാണ് ടർക്കി. അത് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ അതിലാണ്. ഉണ്ടോ ഉണ്ട്, ഇല്ലേ ഇല്ല, അങ്ങനെയാണ്. ക്ഷമിക്കണം ആ പറഞ്ഞതിൽ. കാരണം ഒരു യൂറോപ്യനും ടർക്കിയിൽ പ്രവേശിക്കുന്നതിന് വിസയൊന്നും ആവശ്യമില്ല. ഓൺ അറൈവലാണ്. അവർ വളരെ നല്ല ടൂറിസം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണ്. അവർക്ക് യുദ്ധത്തിൻ്റെ കെടുതിയൊക്കെ നല്ല അനുഭവമുള്ളവരാണ്. പക്ഷെ അവരിപ്പോൾ പരസ്യമായിട്ട് പാകിസ്ഥാനെ അനുകൂലിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ സ്വസ്ഥത നശിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആത്യന്തികമായ യുദ്ധത്തിൻ്റെ ഫലം എന്താണെന്ന് നമുക്കിത് തമിഴ് സിനിമയിലൊക്കെ പറയും, അല്ലെങ്കിൽ ഓരോ ഹിന്ദി സിനിമയിലും മലയാള സിനിമയിലും ഒക്കെ ഉണ്ടല്ലോ. അടിക്കടി അടിയടാ അവനെ 4 അടി എന്ന് വില്ലന് നായകൻ 4 അടി കൊടുക്കുന്നത് പോലെ. ഇത് തിയേറ്ററിന് 2 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് പോലെ അല്ല ഇത് പല വിധത്തിൽ. ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, ഇന്ത്യ പാക് വാറുണ്ടാവുമ്പോൾ ഈവൻ നമ്മുടെ ഗൾഫിൽ പോലും കഴിയുന്ന മലയാളികളുണ്ട്. അത്ര പേര് ഒരുമിച്ച് കഴിയുന്ന പാകിസ്ഥാനികളുണ്ട് എന്നറിയാം. അവിടെ ഒരുപാട് പേരുണ്ട്. സ്വാഭാവികമായിട്ടും ലോകം മുഴുവൻ ഇതിൻ്റെ വിപത്തുണ്ടാവും. ലോകം മുഴുവൻ. അതുകൊണ്ട് യുദ്ധം കൊണ്ട് മറുപടി നൽകുക എന്നത് ഇന്ത്യയുടെ മാർഗമല്ല. നമ്മൾ ആധ്യാത്മിക വഴിയിലാണ് പറയുന്നത്, മറ്റതല്ല. അപ്പം ആധ്യാത്മികതയിൽ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞതാണ്, ഹേ ഭാരതമേ, നിന്റെ ആധ്യാത്മികത കൊണ്ട് നീ ലോകത്തെ ജയിക്കണം എന്നാണ്. അതിന് പറ്റിയ ഒരു സമയവും കൂടിയാണ് നമ്മുടേത്. ഏതായാലും കൊടുക്കേണ്ടത് കൊടുത്തു. ഇനി സാമം, ഭേദം, ദാനം, ദണ്ഡം 4 മുറകളും നമുക്കുണ്ട്. അപ്പം ഇതെല്ലാം നമുക്ക് പരീക്ഷിക്കാവുന്നതാണ്. ദണ്ഡനം അവസാനമാണ്. ഇവിടെ നമ്മുടെ ഗീതയുടെ വിഷയം തന്നെ അതാണ്. എങ്ങനെയാണ് യുദ്ധം ഉണ്ടാവുന്നത്? ഇതൊക്കെ നമ്മുടെ ഈ അധ്യായത്തിൽ ഇവിടെ തന്നെ നമ്മൾ കാണുന്നു. ആരാണ് നമ്മളെ ഭരിക്കുന്നത്? ആരാണെന്നാണ്? സത്വഗുണമാണോ, രജോ ഗുണമാണോ, തമോ ഗുണമാണോ? ഭഗവാൻ വിസ്തരിക്കുകയാണ്. ഇത് നമ്മളുടെ ഒരു ആധ്യാത്മികതയെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു ആത്മീയ ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങളോട് പറയട്ടെ, ഈ സമയത്ത് നമ്മൾ ആരുടെയും പക്ഷം ചേരരുത്. പാകിസ്ഥാൻ്റെ നാശം നമ്മൾ ആഗ്രഹിക്കരുത്. അത് തെറ്റാണ്. ഒരാളുടെയും നാശം. അതുകൊണ്ട് ഇവരെ അർജുനൻ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, കേന പ്രയുക്തോയം പാപം ചരതി പുരുഷ. ആരാണ് ഇവരെ കൊണ്ട് ഈ കൊടിയ പാപം ചെയ്യിക്കുന്നത്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. നമ്മുടെ പഹൽഗാമിൽ ഈ ചെയ്ത ഭീകരന്മാർ എന്തുകൊണ്ട് ഇത് ചെയ്തു? കേന പ്രയുക്തോയം. ആരാൽ നിയോഗിക്കപ്പെട്ടതാണ്? പാകിസ്ഥാനാൽ നിയോഗിക്കപ്പെട്ടതാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനിലെ ആരാണ് അതിനെ നിയോഗിച്ചത്? ഒരു വ്യക്തിയാണോ? മതമാണോ? മതമാണെങ്കിൽ ഇസ്ലാം മതം ഇവിടെ ഇല്ലേ? ഇവിടെ അങ്ങനെ നമ്മൾ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. ലോകത്തിൽ നമുക്ക് തോന്നുന്ന ജനസംഖ്യാനുപാതത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇസ്ലാം മതവിശ്വാസികൾ ജീവിക്കുന്നത് ഇന്ത്യയിലാണ്, പാകിസ്ഥാനേക്കാൾ. ഏത് ഇസ്ലാമിക രാജ്യങ്ങൾ എടുത്താലും അതിനേക്കാൾ കൂടുതൽ ജനസംഖ്യാനുപാതത്തിൽ നോക്കിയാൽ ഇന്ത്യയിലാണ്. മതമല്ല. ഈ ഭീകരവാദത്തിന്, ഈ വൃത്തികേടിന് മതമോ രാഷ്ട്രീയമോ ഒന്നുമല്ല. അതിന് ലോബികളുണ്ട്. ആ ലോബി
ആയുധത്തിൻ്റെ ലോബിയാണ്, ആ ആയുധ വ്യാപാരമാണ്. ഇതൊക്കെ അവരാണ് നിയന്ത്രിക്കുന്നത്. ഇത് നമ്മളതിൻ്റെ ഇരകളാവുക. ഒരു രാജ്യം ഒരു യുദ്ധത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് രാജ്യത്തിനുണ്ടാകുന്ന ഭീമമായ തുക എത്രയാണ്? നമ്മൾ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറഞ്ഞ് നീക്കിവെക്കുന്ന ഒരു ഫണ്ടുണ്ടല്ലോ, രാജ്യസുരക്ഷയുടെ പേരിൽ നമ്മൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള ആയുധങ്ങളും ഇതൊക്കെ എല്ലാം നമ്മുടെ മനുഷ്യൻ്റെ മറ്റു വിധത്തിലുള്ള പുരോഗതിക്ക്, നല്ല നല്ല സ്കൂളുകൾ, ആശുപത്രികൾ, റോഡുകൾ, മറ്റ് നമുക്ക് ആവശ്യമുള്ള പ്രാഥമികമായ നമ്മുടെ സൗകര്യങ്ങളെ വികസിപ്പിക്കാൻ പോകുന്ന നമ്മുടെ കാർഷിക വ്യാവസായിക രംഗങ്ങളെയൊക്കെ അഭിവൃദ്ധിപ്പെടുത്തേണ്ടുന്ന, അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടുന്ന പണമാണ് നമ്മൾ ഈ പൊട്ടിച്ചു കളയുന്നത്, ഇതിൻ്റെ പേരിൽ മേടിച്ചു വയ്ക്കുന്നത്. വൻ ആയുധ ശേഖരങ്ങളാണ് ഓരോ രാജ്യവും ഇതിനു വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണോ ലോകരാഷ്ട്രങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്? എന്നാലോചിച്ച് നോക്കൂ. നമുക്ക് എന്ത് വിവരമുള്ളത്? ലോകത്തിലെല്ലാവരും ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയുന്നു. ഇതിൻ്റെയൊക്കെ പിറകിൽ ആരാണ്? ഇപ്പം നമ്മൾ നല്ല കാലത്തിന് ഈ എന്താ പറയുക, ശ്രീലങ്കയായിട്ട് ഭയങ്കര ജാതി ഒരു യുദ്ധമുഖത്തിൽ അല്ല നിൽക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റ് രാജ്യങ്ങളെയൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മാൽദീവ്സ് ഉണ്ട്. അവരൊന്നും ചെറിയ രാജ്യങ്ങളാണെങ്കിലും വലിയ കുഴപ്പങ്ങളൊന്നുമില്ലല്ലോ. തൊട്ടടുത്ത് കര പങ്കിടുന്ന നേപ്പാളുണ്ട്, ബർമ്മയുണ്ട്, ഈ പറഞ്ഞ പലരും ഉണ്ടല്ലോ, ഭൂട്ടാൻ. അപ്പം ഇവരൊന്നും വലിയ, ഈവൻ ബംഗ്ലാദേശ് വരെ വലിയ കുഴപ്പങ്ങളിലല്ല. അപ്പം നല്ല ബന്ധങ്ങൾ എല്ലാ രാജ്യങ്ങളും തമ്മിലുണ്ടെങ്കിൽ അതിനാണ് ഈ ആധ്യാത്മികത എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ഒന്ന്, കാരണം ഇവിടെ പറയുന്നത് അതാണ്, നല്ല ബന്ധങ്ങൾ, മനുഷ്യബന്ധങ്ങൾ, വിശ്വാസവും. ഈ മതഗ്രന്ഥങ്ങൾ ഇല്ലാഞ്ഞിട്ടാണോ ലോകത്തിൽ? അതിനെ പ്രവൃത്തിപഥത്തിലാക്കി കഴിഞ്ഞാൽ എത്ര സുന്ദരമാണ് ഈ ലോകം. പരസ്പരം സംശയിക്കാത്ത അത്തരം കാര്യങ്ങളിൽ എല്ലാവരും ഒരു ഒറ്റക്കെട്ടായി നിലകൊണ്ടു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ സൂപ്പർസോണിക് വിമാനങ്ങൾ മേടിക്കുന്നത് എന്തിനാ? ഇവിടുന്ന് മരുന്ന് കൊണ്ടുപോകാനാണോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന് വളരെ വേഗത്തിൽ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാനാണോ? അല്ല. ശത്രു രാജ്യത്ത് പോയി ബോംബ് ചെയ്തിട്ട് അവർക്ക് ഇതിനെ കീഴ്പ്പെടുത്താൻ പറ്റാത്ത വിധത്തിൽ ഇപ്പുറത്ത് തിരിച്ചെത്താൻ വേണ്ടിയിട്ടാണ് സൂപ്പർസോണിക് വിമാനങ്ങൾ. എല്ലാ ഇത്തരം കണ്ടെത്തലുകളും യുദ്ധമുഖത്തെ മുൻനിർത്തിയിട്ടാണ്. മനുഷ്യൻ്റെ വികാസം, മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭൗതിക വികാസത്തിന് നമ്മൾ യുദ്ധമാണ് മുന്നിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഗീതയിൽ ഒരു ശ്ലോകം ഉണ്ടല്ലോ, കാമരാഗ വിവർജിതം ബലം അഹമസ്മി എന്നാ പറയുക. കാമത്തോടു കൂടിയിട്ടുള്ള ബലമുണ്ട്. അതെന്താണ്? അത് യുദ്ധത്തെ, നമ്മുടെ തൊട്ട അയൽക്കാരനുമായിട്ട് നമുക്ക് ശത്രുത ഉണ്ടെങ്കിൽ നമ്മുടെ മതിൽ 2 അടി കൂടെ കൂടും, ഉയരും. നമ്മുടെ അപേക്ഷ. നമുക്ക് മനസ്സുകൊണ്ട് ആരും അങ്ങനെ നശിക്കണമെന്ന് ആഗ്രഹിക്കേണ്ട. അതെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ പറ്റും. അതിലിപ്പോൾ ആളെ എണ്ണീട്ട് ഇവിടെ എത്ര പേര് അവിടെ എത്ര പേര് അങ്ങനെയൊന്നും, നമ്മൾ മഹാഭാരതം വായിച്ചാൽ മതി. അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് ആത്യന്തിക. അതാണ് നിങ്ങളോട് മഹാഭാരതം ലാഭത്തിൽ തരാമെന്ന് പറയും. ഈ സമയത്ത് കുറേ പേര് അത് ബുക്ക് ചെയ്തിട്ടുണ്ട്, കുറേ പേര് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് അയക്കൽ തന്നെയായിരുന്നു. ഇനി കുറച്ച് കോപ്പിയും കൂടെ ഉണ്ട്, കുറച്ച് കോപ്പി വായിക്കും. നിങ്ങൾ അതിലെ ആ ആദിപർവവും സഭാപർവവും ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സഭാപർവം മാത്രം വായിച്ചാൽ മതി. അപ്പോൾ വ്യാസർ പറയുക, 2 കൈകളും ഉയർത്തി ഞാൻ പറയുന്നു, ധർമ്മമാണ് അർത്ഥകാമ മോക്ഷങ്ങൾക്ക് നിദാനമായിട്ടുള്ളത്.
നമ്മുടെ ശ്രേയസ്സിനെ വരിക്കേണ്ടത് അതിലൂടെയാണ്. എന്തുകൊണ്ട് നിങ്ങൾ അതിനെ കേൾക്കുന്നില്ല, അതിനെ സേവിക്കുന്നില്ല? കിം ന സേവ്യതേ, എന്തുകൊണ്ട് ധർമ്മത്തെ സേവിക്കുന്നില്ല? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, ഇന്ത്യക്ക് ഇപ്പോഴാണ് ലോകത്തിൻ്റെ മുന്നിൽ ഏറ്റവും ഉയർന്നു നിന്ന് നമ്മുടെ ഗാന്ധിയൻ ഫിലോസഫിയും എല്ലാം പറയാൻ സാധിക്കുന്നത്. നമുക്ക് സാധിക്കും, നമുക്ക് കരുത്തുണ്ട്. 28 ആളെ നമ്മളെ നിരപരാധികളെ വകവരുത്തിയതിന് 28,000 ആളുകളെ പകരം ചോദിക്കാൻ ശേഷിയുള്ളവരാണ്. പക്ഷേ അതല്ല ഞങ്ങളുടെ നയം. ഞങ്ങളുടെ നയം അതല്ല എന്ന് നമ്മളിപ്പോൾ ഇതിലൂടെ കാണിച്ചിട്ടുണ്ട്. ഭീകരവാദത്തിനെതിരാണ്, അവരുടെ താവളങ്ങൾ ഉന്മൂലനം ചെയ്യാന്നുള്ള. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ടുള്ള ചില തിരിച്ചടികൾ അങ്ങനെ ആയിരിക്കില്ല അവർ ചെയ്യുക. സ്കൂളുകൾ ലക്ഷ്യമാക്കാം, പലതും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതിർത്തി രാജ്യങ്ങളെയൊക്കെ, നമ്മുടെ അതിർത്തി സംസ്ഥാനങ്ങളെയെല്ലാം മുഖ്യമന്ത്രിമാരെ വിളിച്ച് ആഭ്യന്തരമന്ത്രി യോഗം ചേർന്നിരിക്കുന്നു, മോക്ക് ഡ്രില്ല് നടക്കുന്നു. ഒരു യുദ്ധസമാനമായ അന്തരീക്ഷത്തിലാണ് നമ്മളിപ്പോൾ. നമ്മൾ കേരളത്തിൽ നമുക്കതിൻ്റെ അത്ര ഭയപ്പാടൊന്നുമില്ല. പക്ഷേ ഇതൊട്ടും ഒരു നല്ലതല്ല, നല്ല വാർത്തയല്ല ഇത്. ആരോടും മാ വിദ്വിഷാവഹൈ. നമ്മളൊരു ആത്മീയതയിൽ നിന്നിട്ടാണ് പറയണത്. ഇതിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നിങ്ങൾ വേറെ ഓരോന്നൊക്കെ കരുത്തും. നിങ്ങൾ അങ്ങനെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പ്രാരബ്ധം എന്നേ നമ്മൾ വിശ്വസിക്കുള്ളൂ. ഒരു ആത്മീയ ആചാര്യൻ എന്നുള്ള നിലയിൽ നമ്മൾ നിങ്ങളോട് എല്ലാ പാകിസ്ഥാൻകാരെയും ഇവിടുന്ന് തല്ലി ഓടിക്കണം, ഒമാരെ ശരിക്കും പഠിപ്പിക്കണം, പാഠം പഠിപ്പിക്കണം, അതൊന്നും പറയാൻ നമ്മളാളല്ല. അതല്ല ആത്മീയത. നമ്മുടെ ഇന്ത്യയുടെ വഴി എന്താണ്? ഈ പറഞ്ഞ അങ്കുലിമാലനെ ബുദ്ധൻ കൊണ്ടുവന്നതുപോലെ അങ്കുലിമാലിൻ്റെ സ്ഥാനത്താണ് പാകിസ്ഥാൻ. ഇവനെ നേരാക്കണം നമ്മൾ. അവരുടെ ആ പരിപാടി മുഴുവൻ നിർത്തിക്കണം. അതിന് നമുക്കേ സാധിക്കൂ. വേറൊരാളെ നമ്മൾ ഇതിനെ ഇടപെടുത്തി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് തലവേദനയാണ്. നിരന്തര നമ്മൾ ഇതിൽ ആരെയും, അമേരിക്കയോ ചൈനയോ ആരെയും ഇതിൽ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇവരെല്ലാം തന്നെ നമുക്ക് പാരപണിയുന്നവരാ. ഒക്കെ എങ്ങനെയാന്നൊക്കെ പറയും. ഇവരുടെ അടിസ്ഥാനം എന്താണ്? അമേരിക്കയുടെ ആയുധ വിൽപ്പനയാണ്. അവിടെ അവർ യുദ്ധമൊന്നും ആരുമായിട്ട് ഒരതിർത്തി പങ്കിടുന്നവരുമായിട്ട് ഉണ്ടാക്കുന്നില്ല. അതിർത്തിയൊക്കെ അടക്കിയാണ്. നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവൻ കാനഡയായിട്ട് യുദ്ധത്തിൻ്റെ ഒരു ഇതൊന്നുമില്ല. മെക്സിക്കോ ആയിട്ടും യുദ്ധത്തിൻ്റെ ഒരവസ്ഥയൊന്നുമില്ല. പിന്നെ ഇവർ ഓരോ സ്ഥലങ്ങളിൽ പോയി യുദ്ധം ഉണ്ടാക്കുക, മറ്റുള്ളവരെ കൊണ്ട് സമാധാനമായിട്ട് കഴിയുന്നവരെ കൊണ്ട് യുദ്ധം ഉണ്ടാക്കുക. നമ്മുടെ രാജ്യം യശസ്സിനെ മറ്റൊരു നിലയിലേക്ക് പുരോഗതിയെ പ്രാപിക്കുകയാണെങ്കിൽ ആ പുരോഗതിക്ക് മുഴുവൻ തടസ്സം നിൽക്കുന്നതാണ് യുദ്ധം. യുദ്ധം കൊണ്ട് എന്താണ് ജപ്പാൻ പറഞ്ഞിട്ടുള്ളത്? യുദ്ധം മേലിൽ ജപ്പാൻ യുദ്ധത്തിന് നിൽക്കില്ല എന്നല്ലേ. കാരണം അവർക്ക് വലിയൊരു പാഠമുണ്ട് അവരുടെ മുന്നിൽ. ഇവിടെ പറയും, ഓരോന്ന് എങ്ങനെയാണോ രജസ്സിനെയും തമസ്സിനെയും ജയിച്ച് സത്വം മുന്നിട്ട് നിൽക്കുന്നത്, എങ്ങനെയാണ് സത്വത്തെയും രജസ്സിനെയും തോൽപ്പിച്ച് തമസ് മുന്നിട്ട് നിൽക്കുന്നത്. മറിച്ച് ഇത് രണ്ടും ഇങ്ങനെ ഈ രണ്ട് പേര് ചേർന്ന് ഈ രണ്ട് പേരെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരുവൻ മുന്നിട്ട് നിൽക്കുന്നത്. ആ സമയങ്ങളിൽ എങ്ങനെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്? അതുകൊണ്ടാണ് ഗാന്ധിജി ഈ ഗീതയിൽ നിന്നാണല്ലോ നമ്മുടെ രാഷ്ട്രം സ്വതന്ത്രമാകുന്നതിൽ ഗീത ഒരു നിർണായക പങ്കാണ് വഹിച്ചത്. അത് ഗാന്ധിജി, തിലകൻ, പട്ടേൽ, വിനോബാജി, മഹർഷി അരവിന്ദൻ, ഇവരെല്ലാവരും തന്നെ. ഭഗവത്ഗീത അതിലൊരു വലിയൊരു നിർണായകമായ റോളായിരുന്നു നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗീത വഹിച്ച പങ്ക് എന്തെന്ന് ചോദിച്ചാൽ അടിക്കടി എന്നാണോ, വി കെ എൻ പറഞ്ഞ പോലെ പൂശട എന്നാണോ? അല്ല.
ഇതിന് സ്വീകരിച്ച മാർഗങ്ങളെല്ലാം തന്നെ ഗാന്ധിജി മുന്നിട്ട് നിന്ന്, അതാണല്ലോ നേതാജിയൊക്കെ ആയിട്ടുള്ള വിയോജിപ്പുകൾ ഉണ്ടായിട്ടുള്ളത്, യോജിപ്പുകൾ, ഇതൊക്കെ നമുക്കറിയാം. ചരിത്രം, നമ്മുടെ ചരിത്രം നമുക്കറിയാലോ നന്നായിട്ട്. അപ്പം ഗീതയുടെ സ്വാധീനം ഇവരിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവരുടെ നിലപാടുകളിൽ അതുണ്ടായിട്ടുണ്ട്, ഇവരുടെ സമരമുറകളിൽ അതുണ്ടായിട്ടുണ്ട്. അത് വല്ലാതെ അത് ലോകത്തിൻ്റെ മുന്നിൽ നമുക്കൊരു നിലയും വിലയും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിലാർക്കാ തർക്കമുള്ളത്? ഒരാൾക്കും അതിൽ തർക്കം ഉണ്ടാവും തോന്നില്ല. അവിടെ പറയുന്നു ഭഗവാൻ 11-ാമത്തെ ശ്ലോകത്തിൽ, 10-ാമത്തെ ശ്ലോകം വരെ നമ്മൾ ചർച്ച ചെയ്തത്. എങ്ങനെ ഇത് ആരാണ് നമ്മളെ ഭരിക്കുന്നത് എന്നുള്ളത് പറയുക. 11-ാമത്തെ ശ്ലോകത്തിൽ സർവദ്വാരേഷു ദേഹേസ്മിൻ പ്രകാശ ഉപജായതേ ജ്ഞാനം യഥാ തഥാ വിദ്യാത് വിവർദ്ധം സത്വമിത്യുത. എങ്ങനെ നമ്മുടെ ഈ ശരീരത്തിൽ, അതിന് ഓരോന്നും ഭഗവാൻ എണ്ണി പറയാം. സർവദ്വാരേഷു ദേഹേസ്മിൻ, അസ്മിൻ ദേഹേ, നമ്മുടെ ഈ ശരീരത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ, അസ്മിൻ ദേഹേ സർവദ്വാരേഷു, ഓരോ ഇന്ദ്രിയ മുഖങ്ങളിലും 9 ദ്വാരങ്ങളാണ് നമ്മുടെ ശരീരത്തിനെന്നാണ്. ഇന്നലെ പറഞ്ഞു, നവദ്വാരേ പുരേ ദേഹി എന്നാണ്. 9 ദ്വാരങ്ങളാണ്. അതിൽ 7 ദ്വാരങ്ങൾ നമ്മുടെ തലയിൽ തന്നെ ഉണ്ട്. 2 കണ്ണ്, കണ്ണിൻ്റെ 2 ദ്വാരങ്ങൾ, മൂക്കിൻ്റെ 2 ദ്വാരങ്ങൾ, ചെവിയുടെ 2 ദ്വാരങ്ങൾ. ഇപ്പം തന്നെ എത്രയായി? 6 എണ്ണമായി. വായ 1, 7. പിന്നെ വിസർജനേന്ദ്രിയങ്ങൾ 2, മലമൂത്ര വിസർജനാദികൾ. അങ്ങനെ 7 2 9. ഉപദ്വാരങ്ങളൊക്കെ ഉണ്ട്, നമുക്കിങ്ങനെ പറയാം, മുഖ്യമായിട്ട് പറയുകയാണ്. അപ്പം ഈ 9 ദ്വാരങ്ങൾ, ഈ 9 ദ്വാരങ്ങളിൽ, സർവദ്വാരേഷു, എല്ലാ ദ്വാരങ്ങളിലും, എല്ലാ ഇന്ദ്രിയ ദ്വാരങ്ങളിലും, ജ്ഞാനം പ്രകാശ, ജ്ഞാനമാകുന്ന, അറിവാകുന്ന പ്രകാശം, യഥാ ഉപജായതേ, എപ്പോൾ പ്രകടമാകുന്നു, ജ്ഞാനം എപ്പോൾ പ്രകടമാകുന്നു, തഥാ, ആ സമയത്ത്, സത്വം വിവർദ്ധം ഇതി വിദ്യാത്, ആ സമയത്ത് സത്വം ഉണർന്നു നിൽക്കുന്നു എന്നറിയണം. അപ്പം ഈ സത്വഗുണം നമ്മുടെ ഇന്ദ്രിയങ്ങളിലെല്ലായിടത്തും, ഇന്ദ്രിയദ്വാരങ്ങളിലേക്കെല്ലാം സത്വഗുണത്താൽ അത് മുന്നിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ജ്ഞാനമാണ് അവിടെ ലക്ഷണമായിട്ട് വരുന്നത്. അപ്പോൾ അവിടെ എന്തുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചുകൂടെ അതിൽ ബന്ധനമുണ്ടോ എന്ന് ചോദിച്ചാൽ ബന്ധനമുണ്ട്, അത് വേറെ. പക്ഷെ അപരനെ അത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതല്ല, വല്ലാതെ അലോസരപ്പെടുത്തുന്നതല്ല. ഈ അടുത്ത 2 ഗുണങ്ങളും കൂടെ പറയുമ്പോൾ നമുക്കതിന് മനസ്സിലാവും. എന്നാൽ ഇതേ ഇന്ദ്രിയദ്വാരങ്ങളിൽ രജോ ഗുണം നിന്നാൽ എന്താണ് ഉണ്ടാകുന്നത്, തമോ ഗുണം നിന്നാൽ എന്താണ് ഉണ്ടാകുന്നത്, ഇത് രണ്ടുമാണ് ഭഗവാൻ അടുത്ത 2 ശ്ലോകങ്ങളെ കൊണ്ട് പറയുന്നത്. നോക്കാം. 12-ാമത്തെ ശ്ലോകം. ലോഭ പ്രവൃത്തിരാരംഭ കർമ്മണാമശമസ്പൃഹ രജസ്യേതാനി ജായന്തേ വിവൃദ്ധേ ഭരതർഷഭ. ഹേ ഭരതർഷഭ, അല്ലയോ ഭരതകുല വംശനായിട്ടുള്ള ശ്രേഷ്ഠനായിട്ടുള്ളവനെ, രജസി വിവൃദ്ധേ. അപ്പം സർവദ്വാരേഷു, അതെടുത്തോളണം. നമ്മുടെ എല്ലാ ഇന്ദ്രിയ ദ്വാരങ്ങളിലും രജോ ഗുണമാണ് വർദ്ധിച്ചിരിക്കുന്നത് എങ്കിൽ
ലോഭ പ്രവൃത്തി, ലോഭം, മതിയാവായിക, ഒന്നും പോരാ. അതാണ് ഈ യുദ്ധത്തിൻ്റെ ഒരു കാരണം. നമ്മളെ നയിക്കുന്നത് ഇതാണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഇത് വളരെ സട്ടിലായിട്ടുള്ള ഒന്നാണ്. നമ്മുടെ ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ഇവിടെ ഭഗവാൻ പ്രത്യേകം പറയുകയാണ്, ഇന്ദ്രിയദ്വാരങ്ങളിൽ എങ്ങനെയാണ് സത്വവും രജസ്സും തമസ്സും കുടികൊള്ളുന്ന സമയത്ത് നമ്മൾ ഓരോ വിധത്തിൽ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആരാണ് നമ്മളെ ഭരിക്കുന്നത്, നമ്മളെ ഭരിക്കാൻ നമ്മൾ അനുവദിച്ചത് ആരെയാണ്? മറ്റേ ഭരണമല്ല, രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നതല്ല ഇവിടുത്തെ നമ്മുടെ വിഷയം. നമ്മളെ ഭരിക്കുന്നത് നമ്മളാണോ സ്വാമി? സ്വാമി എന്ന് പറഞ്ഞാൽ തൻ്റെ ഉടമ എന്നുള്ളതാണ്, ആണോ? ഇവിടെ ആരാണ് ഭരിക്കുന്നത്? രജസി വിവൃദ്ധേ, രജോ ഗുണമാണ് വർദ്ധിച്ചിരിക്കുന്നതെങ്കിൽ ലോഭ പ്രവൃത്തി, ലോഭം, മതിയാവായിക. അതുപോലെ കർമ്മണാം ആരംഭ, എല്ലാ കർമ്മങ്ങളുടെ ആരംഭവും എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് തോന്നുന്നത് തന്നെ അതിൽ നിന്നാണ്, രജോ ഗുണം വരുന്ന സമയത്താണ്. അത് ഏത് കർമ്മമാണെങ്കിലും, സത്കർമ്മമാണെങ്കിലും ദുഷ്കർമ്മമാണെങ്കിലും. പ്രവൃത്തി കർമ്മണാം ആരംഭ, കർമ്മത്തിൻ്റെ ആരംഭം. അശമസ്പൃഹ, ശമിക്കാത്ത, നശിക്കാത്ത, ഒടുങ്ങാത്ത, എത്ര കിട്ടിയാലും മതിയാകാത്ത ആ സ്പൃഹ, വീണ്ടും വീണ്ടും വേണമെന്ന് ഏതാനി ജായന്തേ, ഇതെല്ലാം ജനിക്കും. അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ, അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൽ എന്തു പറഞ്ഞത്? ധ്യായതോ വിഷയാൻ പുംസഃ സംഘസ്തേഷു ഉപജായ സംഘാസംജായതേ കാമ. അതിന് കാരണമായിട്ട് ഭഗവാൻ പറഞ്ഞത് എന്താണ്? രജോ ഗുണ സമുദ്ഭവ, കാമയേഷ ക്രോധയേഷ. ഇത് നമ്മളെ നോക്കാനുള്ളതാണ്. കുടുംബത്തിലെ വഴക്കും ദേശങ്ങൾ തമ്മിലുള്ള വഴക്കിനും ഒക്കെ നിദാനം ഇത് തന്നെയാണ്. പലതുമുണ്ട്, പല പ്രഷറുകളുണ്ട്. നമ്മളൊക്കെ നിസ്സഹായരാ ശരിക്കും പറഞ്ഞാൽ. ഈ പറഞ്ഞ വലിയ രാഷ്ട്രീയ നേതൃത്വമാണെങ്കിലും എല്ലാം ഇതിൻ്റെ ഒരു വലിയൊരു ഭാഗമായിട്ടുള്ളതാണ്. സ്വന്തമായ ഇച്ഛാശക്തിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഉണ്ടാവില്ല. അതൊക്കെ ദുഷ്കരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പുറത്ത് വേറെ പലരും ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ ആയുധ വ്യാപാരങ്ങളുണ്ട്. അവർക്കൊക്കെ ആവശ്യമാണ് യുദ്ധം നടക്കണേ. അപ്പം എപ്പോഴും ശത്രുതയിൽ നിർത്തുക, ഭിന്നിപ്പിക്കുക. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നത് എന്താ അദ്ദേഹം കാണുന്നത്? ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളതെന്ന് പറഞ്ഞാൽ അവർ ദീർഘകാലം ശത്രുക്കളാണ്, ദീർഘകാലമായിട്ട് അവരുടെ പ്രശ്നമുണ്ട്. ഇതാണ് വ്യാസർ പറയുന്നത്. എന്താണ്? പാണ്ഡവന്മാരെ കൊണ്ട് കർണനെ കൊല്ലിക്കുന്നു, എന്നിട്ട് പാണ്ഡവന്മാർ ദുഃഖിക്കുന്നു. എന്താ കാരണം? ശരിക്ക് കർണന്റെ സ്ഥാനമാണ് പാകിസ്ഥാൻ. മാതൃത്വവും പിതൃത്വവും ആരാന്നറിയില്ല, അജ്ഞാതമായിരുന്നു. നമ്മളെ സംബന്ധിച്ച് അജ്ഞാതമൊന്നുമില്ല. 47 മുമ്പ് നമ്മൾ ബായ് നമ്മളൊരു രാജ്യമായിരുന്നു, സഹോദരങ്ങളാണ്, നമ്മളൊന്നായിരുന്നു. നമുക്കിന്ന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിനെ അന്യമായിട്ട് കാണാൻ പറ്റുമോ? അതുപോലെയാണ് പഞ്ചാബ് പ്രവിശ്യ തുടങ്ങിയിട്ടുള്ള, പാകിസ്ഥാനിലെ പഞ്ചാബ് തുടങ്ങിയിട്ടുള്ളത്. നമ്മളൊന്നായിരുന്നു. 47 നമ്മൾ വിഭജിച്ചത്. നമുക്കൊക്കെ അറിയാമല്ലോ ചരിത്രം. 47 മുമ്പ് നമ്മളിങ്ങനെ അടികൂടി കഴിയേണ്ടവരാണോ പരസ്പരം?
എന്നും നമ്മൾ തല്ലുകൂടണമെന്ന് ആഗ്രഹിച്ചത് ആരാണ്? നമ്മളാണോ? നമ്മൾ സ്വതന്ത്രമായി ഇത്രയും വർഷങ്ങളായി 2 രാജ്യങ്ങൾ ഇതുവരെ ഇരുന്നിട്ട് മുഖാമുഖം നമുക്കങ്ങനെ ശത്രുതയിൽ പോകേണ്ടതില്ല. നമ്മുടെ 2 പേരുടെയും ഏറ്റവും കൂടുതൽ ധനം, നമ്മൾ ഈ രാജ്യ സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞ് കരുതി വച്ചിരിക്കുന്ന ധനം നമ്മുടെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി, ഇവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി, നമ്മുടെ റോഡുകൾ, എന്തെന്ത് വികസനങ്ങൾക്ക് നമുക്ക് ധനം ആവശ്യമുണ്ട്, അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഈ 2 രാജ്യങ്ങളിലെ മുഴുവൻ ജനങ്ങൾക്കും ഇത്തരം ഒരു ചിന്ത ഉണ്ടായി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് നേപ്പാളുകാരനെ ഇവിടുന്ന് തല്ലി ഓടിക്കണമെന്നൊന്നും നമുക്ക് തോന്നാത്തത്? അവർ കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് ചിലപ്പോൾ ഉത്തരം ഉണ്ടാവുമായിരിക്കും. ആരെ ഈ കുഴപ്പം ഉണ്ടാക്കുന്നത്? ഈ കുഴപ്പമുണ്ടാക്കുന്നത് ആരുടെ അക്കൗണ്ടിലാണ്? ആരെ ഈ കുഴപ്പം ഇവിടെ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത് കേവലം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം മാത്രമാണെന്ന്? അങ്ങനെ കരുതുന്ന നിഷ്കുകളാകരുതേ നിങ്ങൾ. ഇതൊക്കെ ഈ മറ്റേ ഈ എന്താ പറയുക, നമ്മുടെ പാവക്കൂത്തുണ്ടല്ലോ, ഇങ്ങനെ ചരട് കെട്ടി പാവകളെ കൊണ്ട് കളിപ്പിക്കുന്ന, അതുപോലെ കളിപ്പിക്കുന്ന വിദ്വാന്മാരുണ്ട്. അവരാ നിശ്ചയിക്കുന്ന ആരൊക്കെ തമ്മിൽ അടികൂടണമെന്ന്. ഒരുത്തനൊന്ന് മേടിക്കുമ്പം വേറൊരുത്തൻ വേറൊന്ന് മേടിക്കും. അപ്പം നമ്മൾ ഇത് നമ്മുടെ കുടുംബ പ്രശ്നമാണെന്ന് പറഞ്ഞ് മുഖാമുഖം ഇരുന്ന് സമയമെടുക്കുമായിരിക്കും, പക്ഷേ നമ്മളത് തുടങ്ങേണ്ടതല്ലേ? നമ്മളോട് ഈ സമയത്ത് നമ്മളൊരു കാര്യം പറയട്ടെ. വർഷങ്ങൾക്ക് മുമ്പ് ചിന്മയ മിഷനിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്തൊന്നും പറഞ്ഞിട്ടില്ല, എന്നാലും പറഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ വെച്ചാണ് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് പാകിസ്ഥാൻ ചെറുപ്പക്കാർ, നമ്മൾ സ്വാമി വേഷത്തിൽ ചിന്മയ മിഷനിലുള്ളപ്പം ഈ പറഞ്ഞ ഈ നമ്മുടെ കരോൾ ബാഗിൽ ബാബു പണിക്കരുടെ പണിക്കേഴ്സ് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുക. ഉത്തര ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പരിപാടിയുണ്ട്. അവിടെ കരോൾ ബാഗിലൊരു കോഫി ഷോപ്പിൽ കാപ്പി കുടിക്കുമ്പോൾ അവിടെ ഈ കുറച്ച് ചെറുപ്പക്കാർ, അതിൽ പെൺകുട്ടികളുമുണ്ട്. കണ്ടാൽ നമുക്കങ്ങനെ പാകിസ്ഥാൻകാരെ അറിയോ? നമ്മളെ പോലെയൊക്കെ തന്നെയല്ലേ. അപ്പോൾ അവർ നമ്മൾ ഈ സ്വാമി വേഷമൊക്കെ ആയതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കി അവരെങ്ങനെ എന്തൊക്കെയോ ഈ വേഷം കണ്ടതുകൊണ്ടാണ്. അതായത് നമ്മൾ ഈ ടി വിയിൽ പരിപാടി അവതരിപ്പിക്കുന്നതിന് അവരത് കാണുന്നൊന്നുമല്ല, അസ്മയത്താവൊന്നും ഇല്ല. അപ്പം വേഷത്തിൽ ഇവർക്ക് അറിയാലോ, സന്യാസിമാരും ഇതൊക്കെ ഇവിടെ സുലഭമായിട്ടുള്ളതാണല്ലോ, ഡൽഹിയിലൊക്കെ ഇഷ്ടമായി. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് നമ്മുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കണം, അവരങ്ങനെ ഫോട്ടോ എടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അവരെവിടുന്നാണ് എന്താണെന്നൊക്കെ ചോദിക്കുകയും അവർ ലാഹോറിൽ നിന്നാണ്, അപ്പോൾ പാകിസ്ഥാനിൽ നിന്നാണ്. അപ്പോൾ അവർ താജ്മഹലൊക്കെ കാണാൻ വന്നിട്ടുള്ളത് ചെറുപ്പക്കാരാണ്, പഠിക്കുന്നവരാണ്. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ സംസാരിച്ചു. അപ്പം നമ്മൾ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ്റെ ഭാഗമാണ് ചിന്മയ മിഷൻ എന്ന് പറഞ്ഞിട്ട്. അവർക്കറിയില്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ ഗുരുവായിട്ടുള്ള ചിന്മയാനന്ദ സ്വാമികൾക്ക് നിങ്ങളുടെ പാകിസ്ഥാനിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഉണ്ട്, അല്ലാ ബക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അല്ലാ ബക്സ് എന്നാണ് അദ്ദേഹം വരച്ച ചിത്രത്തിൽ എഴുതാറ്. അദ്ദേഹത്തിൻ്റെ ഒരു ഗംഭീര പെയിൻറ്റിംഗ് ഉണ്ട് ശ്രീകൃഷ്ണൻ്റെ. അതാണ് സ്വാമിജിയുടെ സിദ്ധഭാരി ആശ്രമത്തിൽ വലിയതായിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രിൻ്റ് ഉണ്ട്. അത് നമ്മളതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ട് ചിന്മയ മിഷൻ്റെ 50ാമത്തെ വാർഷികം ആഘോഷിക്കുന്ന ബോംബെയിൽ ആ വേളയിലൊക്കെ നമ്മൾ അതിന് നമ്മുടെ ചിന്മയ യുവകേന്ദ്രയുടെ ഫണ്ട് റൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് അതൊക്കെ ഞങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. അങ്ങനെ റീപ്രിൻ്റ്
ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവരോട് പറഞ്ഞു ഇങ്ങനെ ഒരു അപ്പോൾ അവർക്ക് അറിയൊന്നുമില്ല, ആളെയൊന്നും അറിയില്ല, അവർ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ചെറുപ്പക്കാരുമായിട്ടുള്ള നമ്മുടെ ഒരു കുറഞ്ഞ സമയം ചെലവഴിച്ച് രാത്രി നമ്മൾ മുറിയിൽ വന്നിട്ട് നമ്മളെ ഒരുപാട് ആ ഒരു കൂടിക്കാഴ്ച ഒരുപാട് ചിന്തിപ്പിച്ചു. സത്യത്തിൽ പാകിസ്ഥാൻകാരോട് ഇവർ നമ്മുടെ ശത്രുക്കളാണെന്ന് നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? ഇങ്ങനെ തുടങ്ങിപ്പോയി ചിന്തകൾ. അങ്ങനെ നമ്മൾ എത്തിയത് നമ്മുടെ ചിന്മയ മിഷൻ്റെ പ്രതിജ്ഞയിലാണ്. പ്രതിജ്ഞ പറയുന്നത് ഇതാണ്: സ്നേഹാദരങ്ങളാൽ പരസ്പരം ബന്ധപ്പെട്ട ഒരു കുടുംബമായി നാം നിലകൊള്ളുന്നു. We stand as one family, bound to each other with love and respect. ഇംഗ്ലീഷിലാണ് പ്രതിജ്ഞ, മലയാളത്തിലും അത് മൊഴിമാറ്റം ചെയ്ത് അങ്ങനെ ചൊല്ലാറ്. അപ്പം നമുക്ക് തോന്നി, നമുക്ക് ഈ അന്ന് നമ്മൾ യുവകേന്ദ്രയുടെ ഉത്തരവാദിത്തമുള്ള ആളാണ്, ചിന്മയ യുവകേന്ദ്രയുടെ ദേശീയ തലത്തിലും അതിൻ്റെ ഒരു കേരളത്തിൽ നിന്നുള്ള പ്രതിനിധി എന്നുള്ള നിലയിൽ കോർഡിനേറ്ററാണ്. അപ്പോൾ തോന്നി എന്തുകൊണ്ട് ചിന്മയ യുവകേന്ദ്രയ്ക്ക് ഒരു പ്രോജക്റ്റ്, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും സ്റ്റേറ്റിൽ നിന്നുള്ള യൂത്ത് പാകിസ്ഥാനിലേക്ക് ഒരു സൗഹൃദ സന്ദർശനത്തിന് പോവുക, എന്നിട്ട് അവിടെ നമ്മൾ ഈ പ്ലഡ്ജ് അവരുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുക. വെറുതെ വി സ്റ്റാൻഡ് ആസ് വൺ ഫാമിലി, നമുക്കേ ഇത് പറയാൻ പറ്റും, കാരണം നമ്മൾ അതായിരുന്നു, ഒരു കുടുംബമായിരുന്നു ആ നിലയിൽ. അങ്ങനെ ഇതിൻ്റെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് ആലോചിച്ചു. ഡൽഹിയിൽ വെച്ച് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച സമയത്ത് ലാഹോർ വഴി പാകിസ്ഥാനിലേക്ക് ആ ബസ് യാത്രയൊക്കെ നടക്കുന്ന ആരംഭമാണ്, ആ സമയമാണ്, അത് നടക്കുന്നുണ്ട് അപ്പോഴൊക്കെ. അപ്പോൾ ബാബു പണിക്കരൊക്കെ അതിന് വലിയ സപ്പോർട്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, സ്വാമിജി ഞാനൊരു പുതിയ ബസ് ഇറക്കുമ്പോൾ അത് തന്നെ നിങ്ങളുടെ പരിപാടിക്ക് തരാമെന്നൊക്കെ ഉള്ള മട്ടിൽ ഭയങ്കര ആവേശമായിരുന്നു. അപ്പോൾ PMOയിലുള്ള ചിലരുടെ തീർച്ചയായിട്ടും നല്ല ഒരു ഇതായിരിക്കും ചിന്മയ മിഷനെ പോലെ ഒരു ഇൻ്റർനാഷണൽ സ്പിരിച്വൽ ഓർഗനൈസേഷൻ, ഇന്ത്യൻ യൂത്ത് പാകിസ്ഥാൻ യൂത്തുമായി ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുന്നത് വളരെ പോസിറ്റീവാണ്. അപ്പോൾ നമ്മൾ കേരളത്തിലെ ചില സ്വാമിമാരോടും നാഷണൽ ലെവലിലുള്ള യുവകേന്ദ്രയുടെ ഉത്തരവാദിത്തമുള്ള സ്വാമി മിത്രാനന്ദജി, അദ്ദേഹത്തിനാണ് നമ്മൾ ആദ്യം ഇമെയിൽ അയക്കുന്നത്. സ്വാമിജി ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഇത് സൂപ്പർ സംഭവം, അത് എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം കൂടെ വെച്ച് അന്ന് തന്നെ തേജോമാൻ സുപ്രീം ഹെഡിന് മെയിൽ ചെയ്തോളാൻ പറഞ്ഞു. നമ്മൾ സ്വാമിജിക്ക് മെയിൽ ചെയ്തു. അപ്പോൾ സ്വാമിജിയുടെ ഒരു റിപ്ലൈ വന്നു, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്, ഞാൻ പറയാം എന്ന് പറഞ്ഞു, ഹോൾഡ് ചെയ്യാൻ പറഞ്ഞു. നമ്മളതിങ്ങനെ ഹോൾഡ് ചെയ്തു. പക്ഷേ ചിലരൊക്കെ അതിനെ എന്താ പറയുക, അപ്പം അതിൽ ഞങ്ങൾ ഒരുപാട് ഹോംവർക്ക് ചെയ്തു. ഈവൻ അവിടെ വല്ല മീഡിയക്കാരുണ്ടെങ്കിൽ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ, അതിനെ എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം, നമ്മൾ പറയുന്നത് വെറും അതൊന്നും നമ്മുടെ വിഷയമേ അല്ല. ഞങ്ങളൊരു സൗഹൃദത്തിന് വന്നതാണ്. അവിടുത്തെ ആരെങ്കിലുമൊക്കെ, അപ്പോൾ കുറച്ച് പേരെയൊക്കെ നമുക്ക് സെർച്ച് ചെയ്തപ്പോൾ ഈ പറഞ്ഞ അള്ളാഹ് ബക്സിൻ്റെ ഫാമിലി അതും ഇതും അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ പോകണം, എന്താണ്, അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രമുണ്ട്, അവിടെ പോവാം, അങ്ങനെ ഇങ്ങനെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പോയി വരാം, ഒന്ന് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഇത്. അപ്പോൾ ഇന്ത്യൻ യൂത്തും പാകിസ്ഥാൻ യൂത്തും ഫേസ് ടു ഫേസ് സംസാരിക്കുന്നു. നമ്മൾ ഫാമിലിയാണ്, വി സ്റ്റാൻഡ് ആസ് വൺ ഫാമിലി, ബൗണ്ട് ടു ഈച്ച് അതർ വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്. പക്ഷേ ശരിക്കും പറയട്ടെ, ചിന്മയ മിഷനുമായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഒരു ക്ലാഷ് എന്ന് പറയുന്നത് അതിലാണ് തുടങ്ങുന്നത്, ആ പ്രോജക്റ്റിലുമുള്ള. അത് നടന്നില്ല, അത് നടക്കാത്ത നമ്മുടെ ഒരു സ്വപ്നമാണ്. ഇനിയൊന്നും അങ്ങോട്ട് ചിന്തിക്കാം. പിന്നെ അതിന് ശേഷമൊക്കെ നമ്മൾ മിഷൻ വിട്ടതിന് ശേഷം അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു. പക്ഷേ എന്തോ നടക്കാത്ത ഒരു കാര്യമായിരിക്കാം, പക്ഷേ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം ഉണ്ടായി. ഇന്ത്യൻ യൂത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഓരോ സംസ്ഥാനം, അന്ന് നമുക്ക്
ഇപ്പോഴും അതെ, ചിന്മയ യുവകേന്ദ്ര എന്ന് പറഞ്ഞാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സ്പിരിച്വൽ യൂത്ത് വിങ്ങാണത്. സ്വാമിജി വളരെ ഉഷാറായിട്ട് പറയാറുള്ള, നമ്മളെയൊക്കെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ചിന്മയ യുവകേന്ദ്രയാണ്. അതാണ് അതിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇതിലേക്ക് വരാൻ ഉണ്ടായിട്ടുള്ള കാരണം അത് തന്നെയാണ്. യൂത്ത് ആർ നോട്ട് യൂസ്ലെസ്, ദേ ആർ യൂസ്ഡ് ലെസ്, ദേ ആർ നോട്ട് കെയർലെസ്, കേർഡ്ലെസ്. സ്വാമിജി പറയുന്നതാണ്. ക്യാച്ച് ദം യങ്. എന്തിന്? അവർ യൂസ്ലെസ് അല്ല, അവരെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് തോന്നി, എന്തുകൊണ്ട് യുവാക്കളെ ഇത്തരത്തിൽ ചിന്തിക്കാൻ? നമ്മുടെ നാട്ടിലെങ്കിലും കുറച്ച് ഈ വിദ്വേഷം ഇല്ലാതെയാവുമല്ലോ. നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു പാകിസ്ഥാൻകാരനെ കുറിച്ച് വിദ്വേഷം വേണ്ടതില്ല. നോക്കൂ, വൃത്തികേടുകൾ എല്ലാ രാജ്യത്തും ഉണ്ട്. ഇവിടെ നടക്കുന്നില്ലേ വിധ്വംസ പ്രവർത്തനങ്ങൾ? ഇവിടെ നടക്കുന്നില്ലേ? എത്ര പേരെ കൊല്ലുന്നു ഇവിടെ? രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നു, മതപരമായ കൊലപാതകങ്ങൾ നടക്കുന്നു. എന്തിൻ്റെയൊക്കെ പേരിൽ? അത് നമ്മൾ അതിനെ തുറന്നു കാണിക്കേണ്ടത് തന്നെ. പക്ഷെ നമ്മൾ ഈ വിദ്വേഷം വെച്ച് നമ്മളെല്ലാം എവിടേക്കാണ് പോകുന്നത് എന്നുള്ള ഒരു ചിന്ത. അത് നടന്നില്ല എന്ന് മാത്രമല്ല, അതിനെ ചൊല്ലിയിട്ട് വേറെ കുറേ വർത്തമാനങ്ങളും അതും ഇതൊക്കെ. അപ്പം അതിനൊക്കെ നമ്മൾ ചില മറുപടികൾ നമുക്ക് പരസ്യമായിട്ട് തന്നെ, അങ്ങനെ പരസ്യമായിട്ട് എന്താ ഒരു യുക്തിയും ഇല്ലാത്ത ധർമ്മവിരുദ്ധമായത്, അതാണ് നമുക്ക് പ്രശ്നം. അപ്പം നമ്മുടെ ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ പഠിപ്പിക്കുന്ന ധർമ്മം, ഞാൻ ഉൾപ്പെടുന്ന, അന്ന് സ്വാമിജി ഇല്ല, ചിന്മയൻ സ്വാമികളുണ്ടെങ്കിൽ ഗോ ഹെഡ് എന്ന് പറയുമായിരുന്നു. നമ്മൾ പഠിപ്പിക്കുന്ന ഈ ധർമ്മവും ഇതിലൊരു ക്ലാഷ് ഉണ്ടല്ലോ. ഈ നമ്മുടെ പ്രതിജ്ഞയുടെ ഒരു പുതിയ മാനം നമ്മളിത് പാകിസ്ഥാനിൽ പോയി ചൊല്ലുന്നു, അവിടുത്തെ യൂത്തിനോട് പറയുന്നു, വി സ്റ്റാൻഡ് ആസ് വൺ ഫാമിലി ബൗണ്ട് ടു ഈച്ച് അതർ വിത്ത് ലവ് ആൻഡ് റെസ്പെക്റ്റ്. അത് നമ്മൾ കൈ ചേർത്ത് പിടിച്ച് ആത്മാർത്ഥമായിട്ട് തന്നെ പറയുന്നു. ഫലം കാണാതെയൊന്നും ഇരിക്കില്ല, കുറച്ചെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ എത്രയോ കഴിഞ്ഞിട്ടാണ് നമ്മൾ ദുബായ് ഇന്ത്യൻ കൗൺസിലേറ്റിൽ 55 ദിവസത്തെ ഗീതാജ്ഞാന യജ്ഞം. അവിടെ വെച്ച് നമ്മൾ ആദ്യമായിട്ട് ഒരു പാകിസ്ഥാൻകാരനെ അടുത്ത് പരിചയപ്പെടുന്നത്, ഒരു സൗഹൃദം സ്ഥാപിക്കുന്നത്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വെച്ച്. ഇപ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്നവർക്കറിയാം എത്ര പാകിസ്ഥാനികൾ അവരുടെ സുഹൃത്തുക്കളായിട്ടുണ്ട്. എത്ര പാകിസ്ഥാനികൾ. മലയാളികൾ ഏറ്റവും കൂടുതൽ പാകിസ്ഥാനികളുമായിട്ട് അടുപ്പം പുലർത്തുന്ന ഒരു സ്ഥലം ദുബായിയാണ്. നമ്മളെ പോലെ തന്നെ നമ്മുടെ അതേ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ള ആളുകൾ. കുഴപ്പക്കാരാണോ എല്ലാവരും? അങ്ങേയറ്റത്തെ മനുഷ്യസ്നേഹികൾ. പക്ഷേ നേതൃനിര, അവിടുത്തെ രാഷ്ട്രീയം, അവിടുത്തെ കുറച്ച് ന്യൂനപക്ഷങ്ങൾ, അവരിങ്ങനെ ഇവരെ ബലിയാടുകളാക്കി വെക്കുന്നു. ഇത് നമ്മൾ രണ്ടു കൂട്ടരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പരിപാടിക്ക് വേറൊരു മാനം വരും. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ, ഇവിടെ പറയുന്ന എന്താണ് നമ്മളെ ഭരിക്കുന്നത്, രജസ്സാണോ തമസ്സാണോ സത്വമാണോ, അതിനനുസരിച്ചിരിക്കും. രജസി വിവൃദ്ധേ ലോഭപ്രവൃത്തി കർമ്മണാം ആരഭ അശമസ്പൃഹ ഏതാനി ജായന്തെ. രജോ ഗുണമാണ് വർദ്ധിച്ചിരിക്കുന്നതെങ്കിൽ മതിവരായിക, അതുപോലെ തന്നെ അതിൻ്റെ പിറകെയുള്ള കർമ്മങ്ങൾ, അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ, വീണ്ടും വീണ്ടും കിട്ടണം എന്നുള്ള അതിയായ ആഗ്രഹങ്ങൾ. എന്നാൽ തമസ് നിൽക്കുന്ന സമയത്തോ അതിലും കഷ്ടമാണ്. ഈ രജസിലാണ് യുദ്ധം മുഴുവൻ ഉണ്ടാവുന്നത്. തമസിൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇരകളായി തീരുകയില്ല. നമുക്ക് നാളെ കാണാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.